ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ജോബെ, ശ്രദ്ധിക്കുക, നിശബ്ദനായിരുന്ന് കേൾക്കുക. ഞാൻ പറയാം. നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയുക. സംസാരിക്കുക. ശരിയാണെങ്കിൽ സമ്മതിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്ന് ശ്രവിക്കുക. നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം. പ്രിയപ്പെട്ടവരെ, ജോബിനോട് ദൈവം പറയുകയാണ്, നിശബ്ദനായി ഇരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുക. ഇനി എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മറുപടി പറയണമെങ്കിൽ നീ സംസാരിക്കുക. ശരിയാണെങ്കിൽ അത് സമ്മതിക്കുവാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി നിനക്ക് മറുപടി പറയാനായിട്ടില്ലെങ്കിൽ നീ നിശബ്ദനായി ഇരുന്ന് ശ്രവിക്കൂ. നിനക്ക് ജ്ഞാനം ഞാൻ പകർന്നു തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇവിടെ ദൈവം മോശയ്ക്ക് ജോബിന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഇത് തന്നെയല്ലേ മോശയ്ക്കും പല രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം നേരിട്ട് കൊടുത്ത ജ്ഞാനം. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മൗനതയിൽ ദൈവത്തിൽ നിന്ന് ശ്രവിക്കുവാനും എന്തെങ്കിലും ആ ശ്രവണത്തിൽ മറുപടി പറയുവാനായിട്ടുണ്ടെങ്കിൽ മറുപടി പറയുവാനും, അങ്ങനെ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കപ്പെടേണ്ടതിന് നിൻ്റെ സമയം ദൈവത്തിൽ നിന്ന് ശ്രവിക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് നീ പരിശ്രമിക്കുക. അപ്പോഴാണ് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ എത്തുന്നതും ആത്മീയ ജീവിതത്തിൻ്റെ ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനും അങ്ങനെ ഒരു ആത്മീയ സഹൃദം നീയും ദൈവമായിട്ട് വാർത്തെടുക്കുവാനും ഈ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു.